ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എക്സൽ ഹൗ ടു യൂസ് ഈഫ് ആൻഡ് Msgbox യൂസർ ഫോർ എക്സൽ VBA. ഈഫ് നിങ്ങൾക്കറിയാം, Msgbox നിങ്ങൾക്കറിയാമായിരിക്കും. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിന് ആദ്യമായി കോളം എയിൽ നമുക്ക് ഡാറ്റ ഫില്ല് JAN ജനുവരി, അതായത് ഈ ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ വിഷയം ഡിലീറ്റ് അല്ല, നമ്മൾ ഈഫും MSG ഉപയോഗിക്കുന്നതാണ്. ഈഫ് ആൻഡ് Msgbox എങ്ങനെ കൂട്ടി യോജിപ്പിക്കുക എന്നതിനെ പറ്റിയുള്ളതാണ്. അതിനായി ഡെവലപ്പർ, അതിനു മുമ്പായി ഞങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇൻസേർട്ട്, ഇവിടെ രണ്ട് ഭാഗമായിട്ടുണ്ട്, ഫോം കൺട്രോൾ, ActiveX കൺട്രോൾ. അതിൽ നിന്ന് ActiveX കൺട്രോൾ എന്ന കമാൻഡ് ബട്ടൺ ആൻഡ് ഡ്രാഗ്, റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടി, ബാക്ക് കളർ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യാപ്ഷൻ കൊടുക്കുക, DLET, ഡിലീറ്റ്, ക്ലോസ്, ഡബിൾ ക്ലിക്ക്, കമാൻഡ് ബട്ടൺ, ഷീറ്റ് 1 ഡോട്ട് റേഞ്ച് ബ്രാക്കറ്റ് ഓപ്പൺ ഡബിൾ കോഡ് A1 കോളൻ A12 ഡബിൾ കോഡ് ബ്രാക്കറ്റ് ക്ലോസ് dot clear contents. ഡിസൈൻ മോഡ് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആക്റ്റീവ് മോഡിലായി. ഓക്കെ, ഡിലീറ്റ് ആയി. ഇനി നമുക്ക് ഡിലീറ്റിന് മുമ്പായിട്ട് നമുക്കൊരു വാർണിംഗ് മെസ്സേജ് കൊടുക്കണം. അതെങ്ങനെ അങ്ങോട്ട് ചെയ്യാം. അതിനായി ഡെവലപ്പർ ടാബ് പോവാം. അതിനുശേഷം ഈഫ് Msgbox ബ്രാക്കറ്റ് ഓപ്പൺ. ഇനി എന്നാട്ടായിട്ട് കൊടുക്കുന്ന വാർണിംഗ് മെസ്സേജ് എന്നാ യു വാണ്ട് ഡിലീറ്റ് ഡാറ്റ എന്ന് കൊടുക്കുക. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് ഡബിൾ കോഡ്, അതിനുശേഷം കോമ അടിക്കുക. അപ്പം ചോദിച്ചു ചോദിക്കുക എന്താ VBS നോ എന്ന മെസ്സേജ് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ്, ഈക്വൽ VBS ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈക്വൽ VBS എങ്കിൽ ദെൻ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം എൻഡ് ഈഫ്. ഓക്കെ, ഇതൊന്ന് നമുക്ക് ആക്റ്റീവ് ചെയ്യാം. മെസ്സേജ് യു വാണ്ട് ഡിലീറ്റ് ഡാറ്റ, നോ കൊടുക്കുക. എന്താ ഒന്നും ആയില്ല. ഓക്കെ, ഒന്നും സംഭവിച്ചില്ല. ഇനി ഒന്നും കൂടി ആക്റ്റീവ് ചെയ്യുക. യെസ്, ഓക്കെ, ഡിലീറ്റ് ആയി. ഇനി നമുക്കിവിടെ ലീസ്റ്റ് തയ്യാറാക്കാം. ഇനി Msgbox കൊണ്ടുള്ള ഉപയോഗം ഒന്നും കൂടി നമുക്ക് നോക്കാം. ഈ 1-12 ലിസ്റ്റിൽ ജനുവരി 1 മുതൽ ഡിസംബർ 12 വരെ Msgboxൽ എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ ഈ കോഡിനെ ഫ്രീസ് ചെയ്യാൻ ലെഫ്റ്റ് കോഡ് അടിച്ചിട്ട് ഓക്കെ, ഇത് ഫ്രീസ് ചെയ്ത് നോക്കാം. ഡിം ഡാറ്റ സ്ട്രിങ്. ഓക്കെ, ഇനി ഒരു ലൂപ്പ് എടുക്കുക. ഫോർ I equal 1 to 12. ഓക്കെ, 12 അല്ലേ, 12 മാസമേ ഉള്ളത്. ഡാറ്റ ഈക്വൽ ഡാറ്റ ആൻഡ് ഇനി എന്ത് ചെയ്യണം, ഷീറ്റ് 1 ഡോട്ട് സെൽസ് I, A. നെക്സ്റ്റ് അതിനുശേഷം എന്താ, Msgboxലേക്ക് ഈ ഡാറ്റ കൊടുക്കണം. ഓക്കെ, ഒന്ന് റൺ അടിച്ച് നോക്കാം. നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. നമുക്ക് വേണ്ടത് ഒന്നിന് താഴെ മറ്റൊന്നായിട്ട് ഇവിടെ വെർട്ടിക്കലായിട്ട് കോളം മേൽ കിടക്കുന്നത് മാതിരി. അതിനു വേണ്ടി എന്ത് ചെയ്യും,
അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഡാറ്റ ആൻഡ് ഡാറ്റ VBLF ആൻഡ് എന്തെങ്കിലും എന്ത് ചെയ്യണം, VBLF. ഇനി നോക്കാം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി നമുക്ക് സ്പേസ് ഇത് വേണ്ട, ഈ VBLF വേണ്ട, അപ്പോൾ സ്പേസ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനി നോക്കാം. ഓക്കെ, ഓക്കെ. ഇനി കോളം ബിയിൽ കുറച്ച് എമൗണ്ട് കൊടുക്കുക. റാൻഡ് ബിറ്റ്വീൻ 100,500. ഓക്കെ, 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 ശരി. ഇനി ഈ ഡാറ്റയും കൂടി കോളം ബിയിലെയും കൂടി ഇതിൽ Msgbox ഉൾപ്പെടുത്തണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഈ ഡാറ്റ നമുക്ക് ഫ്രീസ് ചെയ്യാം ഇവിടെ. ഓക്കെ, ശേഷം ഡാറ്റ ഈക്വൽ ഡാറ്റ ആൻഡ് ഇവിടെ VB ടാബാണ് ഞാൻ ഉപയോഗിക്കുന്നത്. VB ടാബ് ആണെങ്കിൽ ഒറിജിനലായിരിക്കണം, വെർട്ടിക്കലല്ല. ജനുവരിക്ക് നേരെ തൊട്ടടുത്തായിട്ട് എന്താണ്, വലതുഭാഗത്തായിട്ട് എമൗണ്ട് ആയിരിക്കണം. അപ്പം VB ടാബ് ആൻഡ് ഷീറ്റ് 1 ഡോട്ട് സെൽസ് I, A. I, A and VB tab and sheet 1 dot cells I, B ഇവിടെ രണ്ടാമത്തെ ലൈനിൽ B. ഓക്കെ, ഇനി നോക്കാം. ജനുവരി 431, ഫെബ്രുവരി 200, മാർച്ച് 275, ഏപ്രിൽ. ഇവിടെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഈ കോളം ബിയിൽ എങ്ങനെ കിടക്കുന്ന ജനുവരിക്ക് നേരെ 431 കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഫെബ്രുവരി വരണം, അതിനുശേഷം മാർച്ച്, ഏപ്രിൽ. ഇതിപ്പോൾ ഒറിജിനലല്ല ഉള്ളത്, ഇതിപ്പോൾ ഉള്ളത് ഒറിജിനൽ. നമുക്ക് വെർട്ടിക്കലായിട്ട് വേണം. അതിനെന്ത് ചെയ്യും, അതിന് എൻഡിങ്ങിൽ എന്ത് ചെയ്യണം, കോഡിങ് എൻഡിങ്ങിൽ ആൻഡ് VBLF. ഓക്കെ, ജനുവരി 431, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കറക്റ്റ്. ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഡാറ്റ, ഒരു കോളം കൂടി നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഓക്കെ. സ്പേസ് കൊടുക്കുക, സ്ക്വയർ എൻ്റർ ആൻഡ് VB ടാബ് ആൻഡ് ഷീറ്റ് 1 ഡോട്ട് സെൽസ് I, ഇവിടെ C and VBLF. ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ജനുവരി 431, 480, 469, 488.
ഓക്കെ, ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.